ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വൻതോതിൽ കള്ളപ്പണം ഒഴുക്കിയെന്ന ഗുരുതര ആരോപണവുമായി മുൻ ഓഫീസ് സെക്രട്ടറി രംഗത്ത്. 17 ചാക്കുകളിലായി ഏകദേശം 25 കോടിയോളം രൂപയുടെ കള്ളപ്പണം ഓഫീസിലെത്തിച്ചെന്നാണ് മുൻ ഓഫീസ് സെക്രട്ടറിയായ പി. അക്ഷയ് വെളിപ്പെടുത്തിയത്. പണം എത്തിച്ച സമയത്ത് ഓഫീസിലെ CCTV ക്യാമറകൾ ഓഫ് ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും അക്ഷയ് ആരോപിക്കുന്നു. ഈ അനധികൃത പണം ഇടപാടിനെ കുറിച്ച് വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ ചുമതലകളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് പണം കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തുക വരും. പക്ഷേ തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പൈസ ട്രഷററോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി അല്ല, ഇവർ 3 പേരുമാണ്, സംഘടനാ സെക്രട്ടറി അതുപോലെ മുരളി കുളങ്ങാട്ട്, ഇവർ 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസ ഇലക്ഷൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് സംശയമായിട്ട് തോന്നിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഗാന്ധിനഗറിലുള്ളൊരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനും മുരളി കുളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിലൊരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടത്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടെ നിന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്.